ഡോക്ടർ സജിത് പ്രസാദ്, തൃശ്ശൂർ ജമ്മു ഹോസ്പിറ്റൽ മെഡിക്കൽ ഗാസ്ട്രോൻട്രോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ജൂലൈ 28 ആണ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലിവറിൽ ഇൻവോൾവ് ചെയ്യുന്ന ഇൻഫെക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഇതിൽ മെയിനായിട്ട് 2 ഇൻഫെക്ഷനാണ്, ഹെപ്പറ്റൈറ്റിസ് ബി, സി. കാരണം ഈ 2 ഇൻഫെക്ഷൻസാണ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, അതായത് ക്രോണിക്കായിട്ട് ലിവർ ഡാമേജ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ മാൻഡേറ്ററി ആയിട്ട് കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഇൻവോൾവ് ആണ്. അത് കാരണം ഇപ്പോഴത്തെ ന്യൂവർ ജനറേഷൻസ് യൂഷ്വലി പ്രൊട്ടക്റ്റഡ് ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി പകരം എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യണേ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നില്ല. അപ്പോൾ വൺസ് ഇത് ഇൻഫെക്ഷൻ ഡയഗ്നോസ്ഡ് ആണെങ്കിൽ ഇതിൻ്റെ മെഡിക്കേഷൻസ് ഇത് കഴിച്ചാൽ നമുക്ക് സീരിയസ് ആയിട്ടുള്ള ലിവർ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ സെയിം നമുക്ക് ഹെപ്പറ്റൈറ്റിസ് സിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു ഇഷ്യൂ നമ്മൾ വാക്സിനേഷൻ ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ ഇതും ബൈ ബ്ലഡ് പ്രിവെൻഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ക്യൂർ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് കാണുകയാണെങ്കിൽ മെഡിക്കൽ ഗാസ്ട്രോൻട്രോളജിസ്റ്റിനെ കോൺടാക്ട് ചെയ്യാം. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ലിവറിൽ ഡാമേജ് വരാതെ നമുക്ക്